എഡ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായി തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ ടെക്ടോണിക് ബലങ്ങൾ ആണ് ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ. ഐസ് പാളികൾക്കിടയിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യമുള്ള ഗലീലിയൻ ഉപഗ്രഹം. ഐസ് പാളികൾക്കിടയിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യമുള്ള ഗലീലിയൻ ഉപഗ്രഹം യൂറോപ്പയാണ് ഐസ് പാളികൾക്കിടയിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യമുള്ള ഗലീലിയൻ ഉപഗ്രഹം. ഓസോൺ ഏത് വാതകത്തിൻ്റെ രൂപാന്തരത്വം ആണ്? ഓസോൺ ഏത് വാതകത്തിൻ്റെ രൂപാന്തരത്വം ആണ്? ഓക്സിജൻ. ഓസോൺ ഓക്സിജൻ്റെ ഒരു രൂപാന്തരത്വം ആണ്. ഇരുവഞ്ഞിപ്പുഴ ഏതിൻ്റെ പ്രധാന പോഷക നദിയാണ്? ഇരുവഞ്ഞിപ്പുഴ ഏതിൻ്റെ പ്രധാന പോഷക നദിയാണ്? ചാലിയാർ. ചാലിയാറിൻ്റെ പ്രധാന പോഷക നദിയാണ് ഇരുവഞ്ഞിപ്പുഴ. വടകരയിൽ സിദ്ധസമാജം സ്ഥാപിച്ചതാര്? വടകരയിൽ സിദ്ധസമാജം സ്ഥാപിച്ചത് സ്വാമി ശിവാനന്ദ പരമഹംസർ. സ്വാമി ശിവാനന്ദ പരമഹംസറാണ് വടകരയിൽ സിദ്ധസമാജം സ്ഥാപിച്ചത്. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്തിനെയാണ്? 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്തിനെയാണ്? താമരയും ചപ്പാത്തിയുമാണ് 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് എന്ന്? മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് എന്നായിരുന്നു? 1857 ഏപ്രിൽ 8-ന്. 1857 ഏപ്രിൽ 8-നായിരുന്നു മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത്. സൗരയൂഥത്തിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏത് ഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്നു? സൗരയൂഥത്തിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏത് ഗ്രഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചൊവ്വ. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം ചൊവ്വയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തുഞ്ചൻ പറമ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു? തുഞ്ചൻ പറമ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂരിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഹെമിസ് നാഷണൽ പാർക്ക്. ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നത് ആർ ശങ്കർ. ആർ ശങ്കർ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. ശുഭാനന്ദാശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശുഭാനന്ദാശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറുകോൽ. മാവേലിക്കരയിലെ ചെറുകോലിലാണ് ശുഭാനന്ദാശ്രമം സ്ഥിതി ചെയ്യുന്നത്. 1913 കൊച്ചി പുലയ മഹാജന സഭ സ്ഥാപിച്ചത്? 1913 കൊച്ചി പുലയ മഹാജന സഭ സ്ഥാപിച്ചത് കൃഷ്ണാദി ആശാനായിരുന്നു 1913 കൊച്ചി പുലയ മഹാജന സഭ സ്ഥാപിച്ചത്. പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാള നടൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ. തിക്കുറിശ്ശി സുകുമാരൻ നായരാണ് പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാള നടൻ. ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ്? നാഗാലാൻഡിലെ ഒരു പ്രധാന ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. കേരളത്തിലെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയ ആദ്യ വനിത. കേരളത്തിലെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ആദ്യത്തെ വനിത ജാൻസി ജെയിംസ് ആണ് കേരളത്തിൽ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ആദ്യ വനിത. കേരളത്തിലെ ഏറ്റവും കുറവ് ഗവൺമെൻറ് സ്കൂളുകളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് ഗവൺമെൻറ് സ്കൂളുകളുള്ള ജില്ലയാണ് വയനാട്. വയനാട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കുറവ് ഗവൺമെൻറ് സ്കൂളുകളുള്ള ജില്ല. ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്
കാളിദാസൻ. കാളിദാസനാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം. നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് ആരുടെ ജീവചരിത്രമാണ്? നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് ആരുടെ ജീവചരിത്രമാണ്? കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ്. ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളാണ് നിലവിലുള്ളത്? ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളാണ് നിലവിലുള്ളത്? 25. ഇന്ത്യയിലാകെ 25 ഹൈക്കോടതികളാണ് നിലവിലുള്ളത്. വംശവിവേചനത്തിൻ്റെ പേരിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്വതന്ത്ര സമര സേനാനി. വംശവിവേചനത്തിൻ്റെ പേരിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്വതന്ത്ര സമര സേനാനി സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു വംശവിവേചനത്തിൻ്റെ പേരിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. ഏതുതരം സൂക്ഷ്മാണുവാണ് ടൈഫോയിഡ് പരത്തുന്നത്? ഏതുതരം സൂക്ഷ്മാണുവാണ് ടൈഫോയിഡ് പരത്തുന്നത്? ബാക്ടീരിയ. ബാക്ടീരിയയാണ് ടൈഫോയിഡ് പരത്തുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭു ആയിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ജീവകം എയുടെ രാസനാമം. ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ. റെറ്റിനോൾ എന്നാണ് ജീവകം എ, വൈറ്റമിൻ എയുടെ രാസനാമം. പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ജില്ല. പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ജില്ല പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയാണ് പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ജില്ല. കേരളത്തിലാദ്യത്തെ IIT സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലാദ്യത്തെ IIT സ്ഥാപിതമായത് എവിടെയാണ്? പാലക്കാട്. പാലക്കാടാണ് കേരളത്തിലാദ്യത്തെ IIT സ്ഥാപിതമായത്. തുടർച്ചയായി 6 തവണ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക വ്യക്തി ആരാണ്? തുടർച്ചയായി 6 തവണ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക വ്യക്തി ലാലു പ്രസാദ് യാദവ്. ലാലു പ്രസാദ് യാദവ് ആണ് തുടർച്ചയായി 6 തവണ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക വ്യക്തി. ഏത് ഇന്ത്യൻ നഗരമാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഏത് ഇന്ത്യൻ നഗരമാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്? റാഞ്ചി. റാഞ്ചിയാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം. വെള്ളക്കടുവകളുടെ സാന്നിധ്യത്താൽ പ്രസിദ്ധമായ ഒഡീഷയിലെ സുവോളജിക്കൽ പാർക്ക് ഏതാണ്? വെള്ളക്കടുവകളുടെ സാന്നിധ്യത്താൽ പ്രസിദ്ധമായ ഒഡീഷയിലെ സുവോളജിക്കൽ പാർക്ക് ഏതാണ്? നന്ദൻ കാനൻ സുവോളജിക്കൽ പാർക്ക്. നന്ദൻ കാനൻ സുവോളജിക്കൽ പാർക്കാണ് വെള്ളക്കടുവകളുടെ സാന്നിധ്യത്താൽ പ്രസിദ്ധമായ ഒഡീഷയിലെ സുവോളജിക്കൽ പാർക്ക്. പുരുഷസിംഹം എന്നറിയപ്പെട്ടത്. പുരുഷസിംഹം എന്ന പേരിൽ അറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയായിരുന്നു പുരുഷസിംഹം എന്ന പേരിൽ അറിയപ്പെട്ടത്. മനുഷ്യൻ എന്ന കൃതി രചിച്ചത്. മനുഷ്യൻ എന്ന കൃതി രചിച്ചത് കെ ദാമോദരൻ. കെ ദാമോദരൻ്റെ കൃതിയാണ് മനുഷ്യൻ. മുണ്ടക്കയം ലഹള, വാകത്താനം ലഹള എന്നിവയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ. മുണ്ടക്കയം ലഹള, വാകത്താനം ലഹള എന്നിവയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീ കുമാരഗുരുദേവൻ. ശ്രീ കുമാരഗുരുദേവനാണ് മുണ്ടക്കയം ലഹള, വാകത്താനം ലഹള എന്നിവയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി മീസോസ്ഫിയർ. മീസോസ്ഫിയർ ആണ് ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് പോർട്ട് ബ്ലെയർ. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് പോർട്ട് ബ്ലെയർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ ഉള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ ഉള്ളത്.
സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1984. 1984 സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ലോകാരോഗ്യ ദിനം എന്നാണ് ലോക ആരോഗ്യ ദിനം? ഏപ്രിൽ 7. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പ്രസ്താവിച്ചത്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണെന്ന് പ്രസ്താവിച്ചത് വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലുവിൻ്റെ വാക്കുകളാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നത്. ആൻറ്റി റേഡിയേഷൻ വിഭാഗത്തിൽ ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച മിസൈൽ. ആൻറ്റി റേഡിയേഷൻ വിഭാഗത്തിൽ ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച മിസൈലാണ് രുദ്രം. രുദ്രം എന്ന മിസൈലാണ് ആൻറ്റി റേഡിയേഷൻ വിഭാഗത്തിൽ ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച മിസൈൽ. കറുത്ത വജ്രം എന്നറിയപ്പെടുന്ന ഇന്ധനം. കറുത്ത വജ്രം എന്നറിയപ്പെടുന്ന ഇന്ധനം കൽക്കരി. കൽക്കരിയാണ് കറുത്ത വജ്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ധനം. കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജപ്പാൻ. ജപ്പാനാണ് കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ. വെല്ലിംഗ്ടൺ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ്. പെൻസിലിൻ്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമേത്? പെൻസിലിൻ്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റാണ് പെൻസിലിൻ്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം. ജലത്തിലൂടെയുള്ള പരാഗണം. ജലത്തിലൂടെയുള്ള പരാഗണം അറിയപ്പെടുന്നത് ഹൈഡ്രോഫിലി. ഹൈഡ്രോഫിലി എന്നാണ് ജലത്തിലൂടെയുള്ള പരാഗണം അറിയപ്പെടുന്നത്. അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. കാൽസ്യമാണ് അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശം. ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശമാണ് മോണോസൈറ്റ്. മോണോസൈറ്റാണ് ഫാഗോസൈറ്റും എന്നും അറിയപ്പെടുന്ന രക്തകോശം. മൈസൂർ സംസ്ഥാനം കർണാടക എന്ന പേര് സ്വീകരിച്ച വർഷം. മൈസൂർ സംസ്ഥാനം കർണാടക എന്ന പേര് സ്വീകരിച്ച വർഷം 1973. 1973 മൈസൂർ സംസ്ഥാനം കർണാടക എന്ന പേര് സ്വീകരിച്ചത്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കട്ടക്ക്. ഒഡീഷയിലെ കട്ടക്കിലാണ് സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ചെന്നൈ. ചെന്നൈയിലാണ് സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ഇന്ത്യയിലാദ്യ സ്കൂൾ. ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ഇന്ത്യയിലാദ്യത്തെ സ്കൂളാണ് സഹജ് ഇൻ്റർനാഷണൽ. കൊച്ചിയിലെ സഹജ് ഇൻ്റർനാഷണൽ സ്കൂളാണ് ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്കൂൾ. സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ പ്രോ ചാൻസലർ. സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ പ്രോ ചാൻസലർ ആരാണ്? വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ മന്ത്രിയാണ് സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ പ്രോ ചാൻസലർ. രാമചരിതമാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത്. രാമചരിതമാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ് രാമചരിതമാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത്. തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം. തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലമാണ് തഞ്ചാവൂർ. തഞ്ചാവൂറാണ് തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം. ഗുജറാത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം. ഗുജറാത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ദാമൻ ദിയു. ദാമൻ ദിയു ആണ് ഗുജറാത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം.
കവിതയ്ക്കുള്ള കബീർ സമ്മാനം നൽകുന്ന സംസ്ഥാനം. കവിതയ്ക്കുള്ള കബീർ സമ്മാനം നൽകുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് കവിതയ്ക്കുള്ള കബീർ സമ്മാനം നൽകുന്ന സംസ്ഥാനം. രാജ്യത്തെ സെക്കൻഡറി സ്കൂളുകളുടെ ഭൗതികവും വിദ്യാഭ്യാസപരവുമായ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച പാഠ്യപദ്ധതി. രാജ്യത്തെ സെക്കൻഡറി സ്കൂളുകളുടെ ഭൗതികവും വിദ്യാഭ്യാസപരവുമായ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച പാഠ്യപദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, RMSA. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനാണ് രാജ്യത്തെ സെക്കൻഡറി സ്കൂളുകളുടെ ഭൗതികവും വിദ്യാഭ്യാസപരവുമായ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച പാഠ്യപദ്ധതി. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനം. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനം. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കശ്മീർ. ജമ്മു കശ്മീറാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം. മഹൽവാരി നികുതി സമ്പ്രദായം 1822 വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പാക്കിയത്. മഹൽവാരി നികുതി സമ്പ്രദായം 1822 വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പിലാക്കിയത് ഹോൾട്ട് മക്കൻസി ആയിരുന്നു മഹൽവാരി നികുതി സമ്പ്രദായം 1822 വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പിലാക്കിയത്. ജ്വാലാമുഖി ഏത് വിളയുടെ അത്യുൽപാദന വിത്തിനമാണ്? ജ്വാലാമുഖി ഏത് വിളയുടെ അത്യുൽപാദന വിത്തിനമാണ്? മുളക്. മുളകിൻ്റെ ഒരു അത്യുൽപാദന വിത്തിനമാണ് ജ്വാലാമുഖി. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തി ബൽറാം ജാഖർ ആയിരുന്നു ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തി. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ സുബ്ബരാമൻ വിജയലക്ഷ്മിയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ദളിത് നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ ഐക്കര നാടുവാഴിയുടെ സ്വീകരണം സംഘടിപ്പിച്ചത്. ദളിത് നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ ഐക്കര നാടുവാഴിയുടെ സ്വീകരണം സംഘടിപ്പിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആയിരുന്നു ദളിത് നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ ഐക്കര നാടുവാഴിയുടെ സ്വീകരണം സംഘടിപ്പിച്ചത്. 1921 പാമ്പാടി ജോൺ ജോസഫ് ആരംഭിച്ച പ്രസ്ഥാനം. 1921 പാമ്പാടി ജോൺ ജോസഫ് ആരംഭിച്ച പ്രസ്ഥാനം ചേരമർ മഹാജനസഭയാണ് 1921 പാമ്പാടി ജോൺ ജോസഫ് ആരംഭിച്ച പ്രസ്ഥാനം. പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്. പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് CP രാമസ്വാമി അയ്യർ ആയിരുന്നു പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്. സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം ചെറായി. എറണാകുളം ജില്ലയിലെ ചെറായിയാണ് സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം. ഹാൽഡിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. പശ്ചിമ ബംഗാളിലാണ് ഹാൽഡിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്. സെന്റിനല്ലീസ് എവിടത്തെ ആദിവാസി വിഭാഗമാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആദിവാസി വിഭാഗമാണ് സെന്റിനല്ലീസ്. 1925 കോഴിക്കോട്ട് ബുദ്ധമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്. 1925 കോഴിക്കോട്ട് ബുദ്ധമത സമ്മേളനം വിളിച്ചു ചേർത്തത് മിതവാദി സി കൃഷ്ണനായിരുന്നു 1925 കോഴിക്കോട്ട് ബുദ്ധമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്. മയ്യഴി വിമോചന സമരം നയിച്ചത് IK കുമാരൻ മാസ്റ്റർ ആയിരുന്നു മയ്യഴി വിമോചന സമരം നയിച്ചത്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത്.
വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ അറിയപ്പെട്ടത് CK കുമാരപ്പണിക്കർ. CK കുമാരപ്പണിക്കർ ആയിരുന്നു വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. വാസവദത്തയുടെയും ഉപഗുപ്തൻ്റെയും കഥ പറയുന്ന കുമാരനാശാൻ്റെ കാവ്യം. വാസവദത്തയുടെയും ഉപഗുപ്തൻ്റെയും കഥ പറയുന്ന കുമാരനാശാൻ്റെ കാവ്യമാണ് കരുണ. കരുണ എന്ന കാവ്യത്തിലാണ് വാസവദത്തയുടെയും ഉപഗുപ്തൻ്റെയും കഥ പറയുന്നത്. കുമാരനാശാൻ്റെ കാവ്യമാണ് കരുണ. ധീവര തരുണിയുടെ വിലാപം രചിച്ചത്. ധീവര തരുണിയുടെ വിലാപം രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ രചനയാണ് ധീവര തരുണിയുടെ വിലാപം. രവീന്ദ്രനാഥ ടാഗോറിനെ ആദരിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച കാവ്യമേത്? രവീന്ദ്രനാഥ ടാഗോറിനെ ആദരിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച കാവ്യം ദിവ്യകോകിലം. ദിവ്യകോകിലമാണ് രവീന്ദ്രനാഥ ടാഗോറിനെ ആദരിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച കാവ്യം. നായർ കൃത്യജനസംഘം ഏത് സംഘടനയുടെ മുൻഗാമിയാണ്? നായർ കൃത്യജനസംഘം ഏത് സംഘടനയുടെ മുൻഗാമിയാണ്? NSS എന്ന സംഘടനയുടെ മുൻഗാമിയാണ് നായർ കൃത്യജന സംഘം. കാലിഡോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? കാലിഡോസ്കോപ്പ് കണ്ടുപിടിച്ചത് ഡേവിഡ് ബ്രൂസ്റ്റർ. ഡേവിഡ് ബ്രൂസ്റ്റർ ആണ് കാലിഡോസ്കോപ്പ് കണ്ടുപിടിച്ചത്. പായലിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. പായലിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ബ്രയോളജി. ബ്രയോളജിയാണ് പായലിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. തെരുക്കൂത്ത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? തെരുക്കൂത്ത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ് തെരുക്കൂത്ത്. കേരളത്തിൽ ആദ്യത്തെ SSLC പരീക്ഷ നടന്ന വർഷം. കേരളത്തിൽ ആദ്യ SSLC പരീക്ഷ നടന്ന വർഷം 1952 മാർച്ച്. 1952 മാർച്ചിലായിരുന്നു കേരളത്തിൽ ആദ്യത്തെ SSLC പരീക്ഷ നടന്നത്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനമായി അറിയപ്പെടുന്നത് ഡെറാഡൂൺ. ഡെറാഡൂണാണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റ. JRD ടാറ്റയാണ് ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ. ജോർജ് അഞ്ചാമനാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ്. മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ K. ജയകുമാർ. K. ജയകുമാറാണ് മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന കേരള നിയമസഭ. ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന കേരള നിയമസഭ നാലാം നിയമസഭ. നാലാം നിയമസഭയായിരുന്നു ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന കേരള നിയമസഭ. ഏത് സംസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനമാണ് ധരംശാല? ഏത് സംസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനമാണ് ധരംശാല? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനമാണ് ധരംശാല. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ദ്വീപുകളിൽ ഒന്നായ സാൽസെറ്റ് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ദ്വീപുകളിൽ ഒന്നായ സാൽസെറ്റ് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ദ്വീപുകളിൽ ഒന്നായ സാൽസെറ്റ് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാട് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആവാസം. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാട് ആവാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ശാസ്ത്രീയമായി പരിഷ്കരിച്ചത് ആര്? വൻകര വിസ്ഥാപന സിദ്ധാന്തം ശാസ്ത്രീയമായി പരിഷ്കരിച്ചത് ആരാണ്? ആൽഫ്രഡ് വേഗ്നർ. ആൽഫ്രഡ് വേഗ്നറാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം ശാസ്ത്രീയമായി പരിഷ്കരിച്ചത്. ഏത് മൂലകത്തിൻ്റെ അയിരാണ് യെല്ലോ കേക്ക്? ഏത് മൂലകത്തിൻ്റെ അയിരാണ് യെല്ലോ കേക്ക്? യുറേനിയം. യുറേനിയത്തിൻ്റെ അയിരാണ് യെല്ലോ കേക്ക്. കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം.
കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കഴക്കൂട്ടം. തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്താണ് കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ ഭവൻ സ്ഥാപിച്ചത്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ ഭവൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി ആയിരുന്നു വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ ഭവൻ സ്ഥാപിച്ചത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠയ്യർ. എസ് നീലകണ്ഠയ്യർ ആയിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് ഏത്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഉൾക്കടലിലെ ദ്വീപാണ് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലായിരുന്നു കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് 2014 നവംബർ 9. 2014 നവംബർ 9 കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത്. സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് സിറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.